സൂര്യരാജ് രാവിലെ മുതൽ തന്നെ പ്രതികൂലമായ കാലാവസ്ഥ മൂലം പോളിംഗ് ശതമാനം മന്ദഗതിയിലാണ് ആദ്യഗതിയിൽ നീങ്ങിയിരുന്നത്. എന്നാൽ മണിക്കൂറുകൾ പിന്നിട്ടതോടെ വീണ്ടും വലിയ ക്യൂ തന്നെ മണ്ഡലത്തിലെ 13 നിയോജക മണ്ഡലങ്ങളിലെ എല്ലാ ബൂത്തുകളിലും വലിയ നിരത്തിലുള്ള ഒരു ക്യൂ തന്നെ കാണാനായി. തുടർന്ന് അല്പസമയം മുമ്പ് വരെ വലിയൊരു ക്യൂ നമ്മളിപ്പോൾ നിൽക്കുന്ന ബൂത്തിലും ദൃശ്യമായിരുന്നു. ഇപ്പോഴാണ് തിരക്കിന് അല്പം കുറവുണ്ടായത്. ഏതായാലും ഇപ്പോൾ പോളിംഗ് 7-ാം മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ 44% പോളിംഗ് എത്തുന്നതായുള്ളതാണ് വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത്. ഏതായാലും കനത്ത മത്സരം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ മണ്ഡലം. പ്രത്യേകിച്ച് VS സുനിൽകുമാറും പത്മജ വേണുഗോപാലും അതുപോലെ തന്നെ B ഗോപാലകൃഷ്ണനും നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ പുതിയ വോട്ടർമാർ, പ്രത്യേകിച്ച് 10,000-ലധികം വരുന്ന പുതിയ വോട്ടർമാരുടെ പിന്തുണ കൂടി ഉറപ്പാക്കുന്നതിനായി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലടക്കം വലിയ പ്രചരണം നടന്നിരുന്നു. അത്തരത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരെ ബൂത്തുകളിലേക്ക് എത്തിക്കുന്നതിനായി മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാം തന്നെ സ്ഥാനാർത്ഥികളും എല്ലാം തന്നെ വലിയ പ്രചരണം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ യുവാക്കൾ, അതുപോലെ തന്നെ സ്ത്രീജനങ്ങൾ, കുട്ടികൾ എല്ലാം തന്നെ ഇപ്പോൾ കൂടുതലായി ബൂത്തുകളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇനി ഉച്ചയ്ക്ക് ശേഷം ആവും കൂടുതൽ സ്ത്രീജനങ്ങളും മറ്റും വീട്ടമ്മമാരും ഉൾപ്പെടെയുള്ള ആളുകൾ ബൂത്തുകളിലേക്ക് എത്തിച്ചേരുക. ഈ തൃശ്ശൂരിനൊപ്പം തന്നെ ശക്തമായ മത്സരം നടക്കുന്ന മറ്റൊരു മണ്ഡലം കുന്നംകുളമാണ്. മുൻ CPIM ജില്ലാ സെക്രട്ടറി AC മൊയ്തീനാണ്. AC മൊയ്തീനും UDFിലെ CP ജോണുമാണ് ഇവിടെ ഏറ്റുമുട്ടുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണകളിൽ 1000-ൽ താഴെ വോട്ടിന് ജയപരാജയങ്ങൾ മാറിമറിഞ്ഞിട്ടുള്ള കുന്നംകുളം മണ്ഡലത്തിൽ ഇക്കുറി വാശിയേറിയ പോരാട്ടം നടക്കുന്നു. അപ്പോഴും അവിടെയും ഈ ഉയർന്ന പോളിംഗ് ശതമാനം നേടിയെടുക്കാനാണ് എല്ലാ മുന്നണികളും തന്നെ ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ വടക്കാഞ്ചേരിയിലെ വടക്കാഞ്ചേരിയിലും ശ്രദ്ധേയമായ ഒരു മത്സരം നടക്കുന്നു. പ്രത്യേകിച്ച് വടക്കാഞ്ചേരിയിലെ UDF സ്ഥാനാർത്ഥി അനിൽ അക്കരയ്ക്ക് KCBC പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള ഒരു വ്യാജ സന്ദേശം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചാരം നേടിയിരുന്നു. ഈ സന്ദേശത്തിനെതിരെ KCBC ഇന്നലെ പരാതി നൽകുകയും ഇത് നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഈ നിലയിൽ UDFിന്റെ നില മണ്ഡലത്തിൽ ഏറെ പരിങ്ങലിലായിട്ടുണ്ടായിരുന്നു. ദിൽജിത്ത് CG ആണ് തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്. തൃശ്ശൂരിൽ ഏതായാലും ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. പക്ഷെ നിലവിൽ ഈ 7-ാം മണിക്കൂറിലേക്ക് പോളിംഗ് കടക്കുമ്പോൾ വലിയ ഒരു മുന്നേറ്റം പോളിംഗിൽ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാമി, നമുക്ക് ചില നേതാക്കളുടെ വാക്കുകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. VSന്റെ പ്രതികരണമാണ് ഇനി നമ്മൾ നൽകുന്നത്. ഭരണ തുടർച്ച ഉമ്മൻചാണ്ടിയുടെ സ്വപ്നമാണെന്ന് VS പറഞ്ഞു. വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുന്നത് ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുമെന്നും VS മലമ്പുഴയിൽ പറഞ്ഞു. ഓരോ പ്രദേശത്തു നിന്നും ജില്ല തോറും താലൂക്ക് തോറും സംസ്ഥാന വ്യാപകമായും ഇടത് തരംഗം വൻ വിജയം കരസ്ഥമാക്കുക തന്നെ. ഉയർന്ന പോളിംഗ് ശതമാനം കാണുന്നുണ്ട് രാവിലെ തന്നെ. എന്താണ് അതെല്ലാം തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ അത് ആ നിലയിൽ തന്നെ ഉണ്ടാകും. ഉമ്മൻചാണ്ടി ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് ഭരണം തുടർച്ച ഉണ്ടാകുമെന്നാണ്. അതിലെ വെറും വിഡ്ഢിത്തരം പറയുന്നു, അത് കൂടെ പറയുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും. വിവാദങ്ങളിൽ തോറ്റതിന് ശേഷം കോടതിയിൽ പോയി, കോടതിയും തോറ്റു. പിന്നെ അന്തസ്സുള്ള ആളുകൾക്ക് അധികാരത്തിൽ തുടരാൻ കഴിയില്ല. എന്നിട്ടും തുടരുന്ന വിദ്വാനാണ് അദ്ദേഹം. വോട്ട് ചെയ്ത ശേഷമുള്ള VSന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. എന്തായാലും ഇപ്പോൾ ഈ മണിക്കൂറിൽ നൽകാൻ കഴിയുന്ന പുതിയ വിവരം എന്നത് പോളിംഗ് ശതമാനം 50 പിന്നിട്ടു എന്നുള്ളതാണ്. സോമി, തീർച്ചയായിട്ടും കേരളത്തിന്റെ പോളിംഗ് ശതമാനം 50% ആയിരിക്കുന്നു. ഇനിയിപ്പോൾ ഉള്ള മണിക്കൂറുകൾ ഏറെ നിർണായകമാണ്. ഏതായാലും അതിലേക്കൊക്കെ വളരെ വേഗം തന്നെ തിരിച്ചെത്തേണ്ടതുണ്ട്. ഒരു ഇടവേളയിലേക്ക് പോയതിനു ശേഷം വളരെ വേഗം തിരിച്ചെത്താം. എന്തായാലും ഇടവേളയ്ക്ക് ശേഷം പോളിംഗ് ശതമാനത്തിലെ കണക്കുകളും ഒപ്പം മറ്റ് റിപ്പോർട്ടുകളും സമഗ്രമായി തന്നെ നൽകുന്നതാണ്. പോളിംഗ് ശതമാനം 50 പിന്നിട്ടു എന്നുള്ളത് തന്നെയാണ് ഈ മണിക്കൂറിനെ ശ്രദ്ധേയമാക്കുന്ന ഏറ്റവും വലിയ വാർത്ത എന്നത്. 50% ആളുകൾ വോട്ട് രേഖപ്പെടുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടുത്ത ഭരണം ആർക്ക് എന്ന് നിർണയിക്കുന്ന സമ്മതിദാനാവകാശം വിനിയോഗിക്കപ്പെട്ടത് 50% പേരാണ്. എന്തായാലും ചില മേഖലകളിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകേണ്ടതുണ്ട്. പാലക്കാട് ജില്ലയിലെ വിവരങ്ങൾ നൽകാനായി ലതീഷ് ഇപ്പോൾ ചേരുന്നുണ്ട്. സോമി, 50% പോളിംഗ് അവിടെ പിന്നിട്ടിരിക്കുന്നു. സോമി, പാലക്കാട് 50% പോളിംഗ് പിന്നിടുമ്പോൾ കഴിഞ്ഞ 2011 തെരഞ്ഞെടുപ്പ് പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് 75.88 ആണ്. ആ ഒരു നിലയിൽ കൂടി പകുതി ദിനം പിന്നിടുമ്പോൾ പാലക്കാടിലെ 50% എന്ന പോളിംഗ് നിലയെ ഏത് തരത്തിലാണ് വിലയിരുത്തേണ്ടത് ലതീഷ്?
സ്വാമി, തീർച്ചയായും പാലക്കാട് ജില്ലയിൽ പോളിംഗ് ശതമാനം 50-ലെത്തിയിരിക്കുന്നു. 22 ലക്ഷത്തിനടുത്ത് വോട്ടർമാരാണ് പാലക്കാട് ജില്ലയിൽ ആകെയുള്ളത്. 12 മണ്ഡലങ്ങളിലായി 94 സ്ഥാനാർത്ഥികൾ ഇവിടെ മത്സരിക്കുന്നു. സ്വാമി സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ 2011 തെരഞ്ഞെടുപ്പിൽ നിന്നും വോട്ടിംഗ് ശതമാനം ഉയരും എന്നതിലേക്ക് തന്നെയാണ് ഇതുവരെയുള്ള കണക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന സൂചന. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പാലക്കാട് ജില്ലയിൽ വീണ്ടും ചൂട് കൂടിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ചാറ്റൽ മഴ ആണ് ജില്ലയിൽ വ്യാപകമായി ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിരാവിലെ കനത്ത പോളിംഗ് പാലക്കാട് ജില്ലയിൽ ഉണ്ടായി എന്ന് നമുക്ക് നേരത്തെയുള്ള റിപ്പോർട്ടുകളിൽ നിന്നും എല്ലാം തന്നെ വ്യക്തമാണ്. അതുകൊണ്ട് രാവിലെ വളരെ നേരത്തെ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ച, പാലക്കാടിൻ്റെ ചൂട് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നീങ്ങുന്നതിന് മുമ്പ് തന്നെ വോട്ടർമാർ പരമാവധി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ പോളിംഗിൽ അല്പം മന്ദഗതിയുണ്ട്. ഉച്ചയായി കഴിഞ്ഞു. ഇനി പകുതി വോട്ടർമാർ ഇനിയും പോളിംഗ് ബൂത്തിലേക്ക് എത്തേണ്ടതുണ്ട്. ഇതിനാവശ്യമായ പ്രവർത്തനങ്ങൾ, പരമാവധി വോട്ടർമാരെ വോട്ട് ചെയ്യിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളുമായി മുന്നണി നേതാക്കളും പ്രവർത്തകരും സജീവമായി മണ്ഡലത്തിലുണ്ട്. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ മലമ്പുഴ മണ്ഡലത്തിലാണ് മത്സരിക്കുന്നതെന്ന് നമുക്കറിയാം. മലമ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കുന്ന VS ഇന്ന് രാവിലെ ഒരു 11 മണി വരെ മണ്ഡലത്തിൽ വിവിധ ബൂത്തുകൾ സന്ദർശിച്ച ശേഷം അദ്ദേഹം ആലപ്പുഴയിലേക്ക് വോട്ട് ചെയ്യുന്നതിനായി മടങ്ങി. ഭൂരിഭാഗം സ്ഥാനാർത്ഥികളും അവരുടെ സംവിധാനം രാവിലെ തന്നെ രേഖപ്പെടുത്തിയ ശേഷമാണ് മണ്ഡലങ്ങളിൽ വിവിധ ബൂത്തുകളുടെ സന്ദർശനത്തിനായി അവർ സമയം നീക്കിവെച്ചത്. പ്രധാന നേതാക്കളും എല്ലാം തന്നെ ഇതിനകം വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. പാലക്കാട് ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാലക്കാട് തന്നെയാണ്. ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് BJPയുടെ ഒരു സാന്നിധ്യം പാലക്കാട് മണ്ഡലത്തിൽ സജീവമാണ്. ശോഭാ സുരേന്ദ്രനാണ് BJP സ്ഥാനാർത്ഥിയെ ഇവിടെ മത്സരിക്കുന്നത്. സിറ്റിംഗ് MLA ഷാഫി പറമ്പിലിനെതിരെ കടുത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും 4 തവണ പാലക്കാട് നിന്ന് ലോക്സഭയിലെത്തിയ NN കൃഷ്ണദാസ് ഇവിടെ മത്സരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രവചനാതീതമായ ഒരു മത്സരം പാലക്കാട് നടക്കുന്നുണ്ട്. ഒപ്പം പട്ടാമ്പിയിലാണ് പാലക്കാട് ജില്ലയിൽ മറ്റൊരു ശ്രദ്ധേയമായ മത്സരം നടക്കുന്നത്. അവിടെ മുഹമ്മദ് മുഹസിൻ എന്ന JNUവിലെ യുവ പോരാളിയാണ് LDFൻ്റെ സ്ഥാനാർത്ഥി. CP മുഹമ്മദ് സിറ്റിംഗ് MLAയുടെ 4ാം തവണയും തുടർച്ചയായ ജയം തേടി ഇറങ്ങുന്നു. CP മുഹമ്മദിന്റെ രതീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പാലക്കാട് 50% പോളിംഗ് പിന്നിട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാമി, ഇവിടെ 1 മണി മുതൽ ഈ അരമണിക്കൂറിനകത്ത് വലിയ തോതിലുള്ള പോളിംഗ് ശതമാനത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. 45 നിന്ന് 50ലേക്ക് വളരെ പെട്ടെന്നാണ് പോളിംഗ് ശതമാനം വർദ്ധിച്ചത്. എന്തായാലും കേരളത്തിന്റെ സമഗ്ര വിവരങ്ങളുമായി KG ദിനകർ ചേരുന്നുണ്ടോ? സ്വാമി ദിനകർ, ഇപ്പോൾ പോളിംഗ് ദിനത്തിന്റെ പകുതി ദിനം പിന്നിടുമ്പോൾ 50% പോളിംഗ് ആണ് ഇപ്പോൾ കേരളം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ തെക്കൻ മേഖലയിലെ ജില്ലകളിലേക്ക് കൂടി എത്തുമ്പോൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് 43% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയെ മാത്രം ഒറ്റയ്ക്കെടുക്കുമ്പോൾ ഒരുപക്ഷെ തെക്കൻ ജില്ലകളിലെ പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ല കൂടിയായിട്ടാണ് തിരുവനന്തപുരം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? സ്വാമി, തീർച്ചയായും 50% പോളിംഗ് 50% കടന്നിരിക്കുന്നു. ഉച്ചയോടുകൂടി ഒരു കനത്ത പോളിംഗ് രേഖപ്പെടുത്തി എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് പോളിംഗ് ശതമാനം ഉയർന്നതിന് ഇടയാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന് കാരണമായി ചൂണ്ടിക്കാട്ടാവുന്നത് ഈ ശതമാനം തന്നെയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ഉച്ചയോടുകൂടി മിക്കവാറും 50% പോളിംഗ് ശതമാനം 50 കടക്കും എന്ന് നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. അത് ആ രീതിയിൽ തന്നെ കനത്ത പോളിംഗ് നടക്കുന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് ഇത് എന്ന് നമുക്ക് ചൂണ്ടിക്കാട്ടേണ്ടി വരും. കഴിഞ്ഞ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 75.12% പോളിംഗ്. അതിലേക്ക് എത്തുകയോ അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് എത്താനോ ഉള്ള ഒരു സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടർമാരുടെ എണ്ണം ഏതാണ്ട് 28 ലക്ഷത്തോളം വർദ്ധിച്ചിട്ടുമുണ്ട്. ഈ കന്നി വോട്ടർമാർ ഉണ്ട്, നിരവധി കന്നി വോട്ടർമാരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനത്തിലും ഒരു വർധനവ് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തിരുവനന്തപുരം ജില്ല എടുത്ത് പരിശോധിച്ചാൽ പോളിംഗ് ശതമാനത്തിൽ നേരിയ കുറവാണ് അനുഭവപ്പെടുന്നത്. 43-44% എത്തിയിരിക്കുന്നു പോളിംഗ്. അത് 50%ലേക്ക് ഒരു 3 മണിയോടുകൂടി 50% കടക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉച്ചയ്ക്ക് ശേഷം തീരപ്രദേശങ്ങളിൽ ഉൾപ്പെടെ വീണ്ടും കനത്ത പോളിംഗ് ഉണ്ടാവും. അത് പോളിംഗ് ശതമാനം 60-ന് മുകളിലേക്ക് എത്തും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ തവണ തിരുവനന്തപുരം ജില്ലയിൽ 68% പോളിംഗ് ഉണ്ടായിരുന്നത്. മറ്റു ജില്ലകളെ അപേക്ഷിച്ചുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ പോളിംഗ് കഴിഞ്ഞ തവണയും കുറവായിരുന്നു. ഇത്തവണയും അതേ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു ട്രെൻഡാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ അത് പറയുക സാധ്യമല്ലെങ്കിൽ കൂടിയും അത്തരത്തിലുള്ള ചില സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ പോളിംഗ് ശതമാനം കുറയുന്നതിൻ്റെ ചില സൂചനകൾ കാണുന്നു. ഒരുപക്ഷെ എന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെ നമുക്ക് അത് പരിശോധിക്കേണ്ടിയും വരും. എന്തായാലും സമാധാനപരമായി വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ഇതുവരെ കാര്യമായ
അനിഷ്ട സംഭവങ്ങളൊന്നും ഒരിടത്തുനിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ചില കേന്ദ്രങ്ങളിൽ വോട്ടിംഗ് മെഷീനുകൾ തകരാറിലാവുകയും അത് മാറ്റിവെക്കുകയും ചെയ്ത് ഒഴിച്ചു നിർത്തിയാൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോളിംഗ് വളരെ സമാധാനപരമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ രാവിലെ തന്നെ വോട്ട് ചെയ്ത് മടങ്ങിയിരുന്നു. രാവിലെ 7 മണി മുതൽ 10 മണി വരെക്കിടയിൽ പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കനത്ത പോളിംഗ് തന്നെ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഉണ്ടാകും എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശരി ദിനകർ, 50% പോളിംഗ് ആണ് കേരളം ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും സുരരാജ്, ഇനിയുള്ള മണിക്കൂറുകൾ ഏറെ നിർണായകമാണ്. പോളിംഗ് പെർസെൻറ്റേജ് ഏത് തരത്തിലേക്ക് ഉയരും എന്നാണ് ഇനി കാണേണ്ടത്. 2011 75.12 എന്ന പോളിംഗ് ശതമാനം മറികടക്കുമോ എന്നാണ് ഇനി വളരെ കൗതുകത്തോടു കൂടി നോക്കി കാണേണ്ടിയിരിക്കുന്നു. സുരരാജ്, രാവിലെ മുതൽ തന്നെ നിരവധി പ്രമുഖരാണ് അവരുടെ സമ്മതിദാന അവകാശം നിർവഹിച്ചത്. ഏതായാലും അവരുടെ വാക്കുകളിലേക്ക് കൂടി പോവാമെന്ന്. ശരി, കാവ്യ മാധവന്റെ പ്രതികരണമാണ് നമ്മൾ ഇനി നൽകാൻ പോകുന്നത്. സോമി, എല്ലാവരും സമ്മതിദാന അവകാശം വിനിയോഗിക്കണമെന്നാണ് കാവ്യ മാധവൻ അഭ്യർത്ഥിച്ചത്. ഷൂട്ടിംഗ് നിർത്തിവെച്ചാണ് താൻ വോട്ട് ചെയ്യാൻ വന്നിരിക്കുന്നതെന്നും കാവ്യ മാധവൻ പറഞ്ഞു. അല്ല, വോട്ട് ചെയ്യാന്ന് പറയുന്നത് നമ്മൾക്കുള്ളൊരു അവകാശമാണ്. അപ്പോൾ അതെല്ലാവരും ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഷൂട്ടിംഗ് നിർത്തിവെച്ചു. എല്ലാവർക്കും അടൂർ സാറിന് പടാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടൂർ സാർ തന്നെ എല്ലാവർക്കും വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഷൂട്ടിംഗ് നിർത്തിവെച്ചു. അപ്പോൾ എന്തായാലും വന്ന് ചെയ്യണമല്ലോ. ഇത്തവണ അറിയാലോ, കൂടുതൽ സിനിമാ താരങ്ങൾ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണത്. അപ്പോൾ എങ്ങനെയാണ്, ആരൊക്കെ ജയിക്കുന്ന വിചാരിക്കുന്നത്? ജയിക്കുന്നവർ ജയിക്കും. പത്തനാപുരത്തോ 3 സിനിമാ താരങ്ങളാണ് ഏറ്റവും എല്ലാം നമ്മളെ കുടുംബത്തിലുള്ള ആൾക്കാരൊന്നല്ല എല്ലാവരും. ഒരാളെ മാത്രമായിട്ട് അങ്ങനെ പറയാൻ പറ്റൂലല്ലോ. എല്ലാവരും. എനിക്ക് തോന്നുന്നില്ല. എനിക്കങ്ങനെ പൊളിറ്റിക്സിൽ അങ്ങനെ വലിയൊരു ഇൻട്രസ്റ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാനങ്ങനെ എന്താ പറയുക, പാർട്ടി നോക്കിയിട്ടല്ല വോട്ട് ചെയ്യുന്നത്. അപ്പോൾ പറയാൻ പറ്റില്ല, നാളെ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും. ജയിക്കുന്നവർ അധികാരത്തിൽ വരും. പോളിംഗ് ഉച്ച പിന്നിടുമ്പോൾ മികച്ച പോളിംഗ് ആണ് എല്ലാ മേഖലകളിൽ നിന്നും എല്ലാ സ്ഥലങ്ങളിൽ നിന്നും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മികച്ച പോളിംഗ് കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് മികച്ച പോളിംഗ് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഇപ്പോൾ നൽകുന്ന സൂചനകൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഏതായാലും കൂടുതൽ വാർത്തകളിലേക്ക് പോകാം. 50% പോളിംഗ് രേഖപ്പെടുത്തി കേരളം വിധിയെഴുത്ത് തുടരുകയാണ്. ഇനിയുള്ള മണിക്കൂറുകൾ ഏറെ നിർണായകമാണ്. ഓരോ ജില്ലകളെയും സംബന്ധിച്ച് 140 മണ്ഡലങ്ങളിലും ഉറ്റു നോക്കുകയാണ്. എങ്ങനെയായിരിക്കും അതിന്റെ ഒരു ട്രെൻഡ് എന്ന് സംബന്ധിച്ച് ഉച്ചവരെയുള്ള പോളിംഗ് നിലയാണ് നമ്മൾ പരിശോധിക്കുമ്പോൾ വലിയ തരത്തിലുള്ള പോളിംഗ് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ മുഹൂർത്തത്തിൽ ഇപ്പോൾ നമുക്ക് ആലപ്പുഴയിൽ നിന്നും ജീവൻ കുമാർ കൂടി ചേരുന്നുണ്ട്. സുരരാജ്, ഏകദേശം 52% പോളിംഗ് ആണ് ആലപ്പുഴയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സമഗ്ര വിവരങ്ങളിലേക്ക് കൂടി പോകാവുന്നതാണ്. ജീവൻ, ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതൽ തന്നെ പോളിംഗ് നല്ല നിലയിൽ രേഖപ്പെടുത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ 52% ആയിരിക്കുന്നു. പോളിംഗ് വൈകിട്ട് 6 മണി വരെയുള്ള സമയത്ത് പോളിംഗ് ഇനിയും ഉയരാനുള്ള സാധ്യതയാണോ കാണുന്നത്? മുൻ പ്രാവശ്യത്തെ അപേക്ഷിച്ച് ഉയർന്ന പോളിംഗ് ആലപ്പുഴയിൽ രേഖപ്പെടുത്തുമെന്നാണോ സൂചനകൾ ലഭ്യമാവുന്നത്? സുരാജ്, ഒരുപക്ഷെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പോളിംഗ് ശതമാനത്തിലേക്കുള്ള കുതിപ്പായിരിക്കാം ഒരുപക്ഷെ ആലപ്പുഴയിൽ നിന്നും ഉണ്ടാവാനുള്ള സാധ്യത. കാരണം ഉച്ചവരെയുള്ള സമയത്ത് 52%-ലേറെ ആളുകൾ ആലപ്പുഴ ജില്ലയിൽ വോട്ട് രേഖപ്പെടുത്തി എന്നത് തീർച്ചയായും ഒരു വലിയ അത്ഭുതമുള്ള കാര്യം തന്നെയാണ്. സാധാരണഗതിയിൽ ആലപ്പുഴയുടെ ഒരു പൊതു ചിത്രം 11 മണി വരെയൊക്കെ നല്ല രൂപത്തിൽ പോളിംഗ് രേഖപ്പെടുത്തിയതിനു ശേഷം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഒരു വലിയ കുതിച്ചുചാട്ടം വീണ്ടും ഉണ്ടാവുക. പക്ഷേ ഒരു അണമുറിയാത്ത വളരെ തുടർച്ചയായ ഒരു പോളിംഗ് ശതമാനം ഉണ്ടാവുന്നു. അത് ഒരു ട്രെൻഡാണോ എന്നതിനെ സംബന്ധിച്ച് ഇനി രാഷ്ട്രീയ കക്ഷികളാണ് വിലയിരുത്തേണ്ടത്. പ്രത്യേകിച്ച് ഏറ്റവും കടുത്ത പോരാട്ടം നടക്കുന്ന ഹരിപ്പാടാണ് ഏറ്റവും വലിയ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിശക്തമായ പോരാട്ടങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിൽ അത്തരത്തിൽ പോളിംഗ് ശതമാനം ഉയരുന്നത് 3 മുന്നണികളും ആ കാര്യത്തിൽ അവകാശവാദം ഒരേപോലെ ഉന്നയിക്കുന്നു. പക്ഷേ താഴെ തട്ടുവരെ ഇളക്കി മറിച്ചുകൊണ്ട് 2 മാസത്തിലേറെ നീണ്ടുനിന്ന പ്രചാരണത്തിൽ
ഒരു വ്യക്തിക്ക് പോലും വീട്ടിൽ ഇരിക്കാൻ കഴിയാത്ത വിധം വോട്ടർമാർ ഒരു നിരയായി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഇത് ലഭ്യമാകുന്നത്. പ്രമുഖർ രാവിലെ മുതൽ തന്നെ പല ആളുകളും ഇതിനോടകം വോട്ട് ചെയ്ത് കഴിഞ്ഞു. നിരവധി VIP-മാർ ഇതിനോടകം വോട്ട് ചെയ്ത് കഴിഞ്ഞു. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് കൂടിയായ VS അച്യുതാനന്ദൻ ഏതാണ്ട് ഒരു 3:30 അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ, അമ്പലപ്പുഴ മണ്ഡലത്തിൽ അദ്ദേഹം പുന്നപ്ര അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ, പറവൂർ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അല്പസമയങ്ങൾക്ക് മുമ്പ് SNDPയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചു. ഇത്രയും കാലം BJP സീറ്റ് തുറക്കാതിരുന്നത് BDJS പോലെ ശക്തമായ ഒരു മുന്നണി അവരോടൊപ്പം ഇല്ലാതിരുന്നതിനാലാണ് എന്ന ഒരു വലിയ അവകാശവാദവും അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. കുടത്തിലാണ് താമര വിരിയാൻ പോകുന്നത് എന്ന ഒരു സന്ദേശവും അദ്ദേഹം നൽകുകയുണ്ടായി. തീർച്ചയായും ഈ BDJS BJP മുന്നണിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല കൂടിയായ ആലപ്പുഴയിൽ അത് എത്രമാത്രം വിജയിച്ചിട്ടുണ്ട് എന്ന് ഈ തിരഞ്ഞെടുപ്പ് ഫലം ഇരുമുന്നണികൾക്കും പ്രത്യേകിച്ച് BDJS മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അത് ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ച് ആലപ്പുഴയിൽ കയർത്തൊഴിലാളികളുടെയും കർഷക തൊഴിലാളികളുടെയും ഏറെ പാരമ്പര്യമുള്ളൊരു മണ്ണിൽ അവർ പരമ്പരാഗതമായി ആഭിമുഖ്യം പുലർത്തുന്ന ഇടതുപക്ഷ മുന്നണിയിൽ നിന്നും ആ ജനങ്ങളെ അടർത്തി മാറ്റി BJPയോടൊപ്പം ചേർക്കാനുള്ള വെള്ളാപ്പള്ളി നടേശന്റെ ശ്രമങ്ങൾക്ക് എത്രമാത്രം പിന്തുണ ഈഴ വിഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് പറഞ്ഞതുപോലെ തന്നെ BDJSന്റെ ഒരു സാന്നിധ്യം കൂടി എത്രത്തോളം നിർണായകമാകുമെന്ന് നോക്കി കാണേണ്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏതായാലും നമുക്ക് പ്രമുഖരായ നിരവധി പേർ വോട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അവരുടെ വാക്കുകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശരി സ്വാമി, നമുക്ക് ഇന്നസെന്റിന്റെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. ഇന്നസെന്റ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: LDF ഈ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടുമെന്ന് ഇന്നസെന്റ് MP പറഞ്ഞു. കേരളത്തിലെ LDF വരും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എന്താണ് അനുകൂല ഘടകമായിട്ട് ഇപ്പം വിലയിരുത്തുന്നത്? കുറേ കാലമായിട്ട് 5 വർഷമായിട്ട് ഉള്ള എല്ലാ അഴിമതികളും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും TV-യിൽ കൂടിയും പത്രത്തിൽ കൂടിയും എല്ലാവരും കണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ അത്യാവശ്യം ബുദ്ധിയുള്ള ആൾക്കാരാണ്. ഞാനിപ്പോൾ ഡൽഹിയിൽ പോയിട്ടുണ്ട്. ഡൽഹിയിലുള്ള ആൾക്കാരെയും കണ്ടിട്ടുണ്ട്, തമിഴ്നാട്ടിലും കർണാടകത്തിലൊക്കെ കണ്ടു. പക്ഷെ നമ്മുടെ ആൾക്കാർക്ക് രാഷ്ട്രീയമായിട്ട് നല്ല ബോധവും കാര്യങ്ങളുള്ളവരാണ്. അവർക്കറിയാം ഇവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്, അതല്ലാതെ മാധ്യമങ്ങൾ വെറുതെ എഴുതിയതല്ല എന്നവർക്കറിയും. അത് ഈ ഇലക്ഷനിൽ തിരിച്ചറിയും. ചെയ്ത ശേഷമുള്ള ഇന്നസെന്റിന്റെ പ്രതികരണമാണ് പ്രേക്ഷകർ കേട്ടത്. എന്തായാലും പോളിംഗ് 2 മണിയോടടുക്കുമ്പോൾ 55% അധികം പോളിംഗ് ആകുമെന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകളിലേക്കും തത്സമയ വിവരങ്ങളിലേക്കും വരാം. കേരളത്തിന്റെ വോട്ടിംഗ് ശതമാനം ഇപ്പോൾ 50.55 ആയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി പ്രേക്ഷകരിലേക്ക് നൽകാനുള്ള വിവരം. ഏതാണ്ട് 7-ാം മണിക്കൂറിലേക്ക് കടക്കുകയാണ് സംസ്ഥാനത്തിന്റെ പോളിംഗ്. ഇനിയുള്ള മണിക്കൂറുകൾ ഏറെ നിർണായകമാണ്. അതിലേക്കൊക്കെ വളരെ വേഗം തിരിച്ചു പോകേണ്ടതുണ്ട്. എന്തായാലും പോളിംഗ് 55% പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്ത. മലബാറിൽ നിന്നും പ്രത്യേകിച്ച് മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. 55% പോളിംഗ് ഏകദേശം മലബാറിലെ ജില്ലകളിലെല്ലാം ആയിട്ടുണ്ട്. നമുക്ക് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി സണ്ണി ജോസഫ് ചേരുന്നുണ്ട്. 53% പോളിംഗ് ആണ് കാസർഗോഡ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. സോമി. സുരരാജ്, ഇപ്പോൾ ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് 54% കാസർഗോഡ് ജില്ലയിൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് സണ്ണി ജോസഫ് ഈ അവസരത്തിൽ ഈ പോളിംഗ് നിലയെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? സോമി, കാസർഗോഡ് ജില്ലയിൽ 2 മണിയോടടുക്കുമ്പോൾ മികച്ച പോളിംഗ് ആണ്. 54% പോളിംഗിൽ എത്തിയിരിക്കുന്നു. ഇനി 4 മണിക്കൂർ മാത്രമാണ് അവശേഷിക്കുന്നത്. അതുകൊണ്ട് നേരത്തെയുള്ള 76% കടന്ന് പോളിംഗ് പോകുമെന്ന നിലയിലേക്കാണ് സ്ഥിതിയുള്ളത്. പൊതുവെ കാസർഗോഡ് ജില്ലയിൽ എല്ലായിടത്തും സമാധാനപരമായ അന്തരീക്ഷത്തിലാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. രാവിലെ 1 മണിക്കൂറിനകം തന്നെ 9:30-ക്കും 10%-ലേറെ പോളിംഗ് വന്ന സ്ഥിതിയുണ്ടായിരുന്നു. പോളിംഗ് ബൂത്തുകളിൽ ഞാൻ കാസർഗോഡ് മണ്ഡലത്തിലെ ചെർക്കിള സെൻട്രൽ സ്കൂളിലാണ് ഞാൻ ഇപ്പോഴുള്ളത്. നേരത്തെ മഞ്ചേശ്വരം മണ്ഡലത്തിലും നമ്മൾ പോയപ്പോഴും അതുപോലെ ഉദുമ മണ്ഡലത്തിലും കാണാൻ കഴിഞ്ഞത് ഇടമുറിയാതെ വോട്ടർമാർ സ്ഥിരമായി ക്യൂവിൽ നിൽക്കുന്നൊരു സ്ഥിതിവിശേഷമാണ്. എന്നാൽ വലിയൊരു തള്ളലില്ല, എന്നാൽ ആളൊഴിഞ്ഞ സമയമില്ല. ബൂത്തുകളിൽ എപ്പോഴും നല്ല തിരക്ക് അനുഭവപ്പെടുന്നു. പൊതുവെ ജനങ്ങൾ നല്ല നിലയിൽ തെരഞ്ഞെടുപ്പിൽ സഹകരിക്കുന്നു എന്നുള്ളതാണ്
അക്രമ സംഭവങ്ങൾ യാതൊന്നും തന്നെ ഇതുവരെ കാസർഗോഡ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ് കാസർഗോഡ്. വളരെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ വളരെ തെളിഞ്ഞ കാലാവസ്ഥയിൽ നല്ല നിലയിൽ ജനങ്ങളുടെ പങ്കാളിത്തവും സഹകരണത്തോടും കൂടി വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. കാസർഗോഡ് ജില്ലയിൽ പുറമേ നിന്നുള്ള പ്രധാനപ്പെട്ട 2-3 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. ഡോക്ടർ എ അമീൻ കാസർഗോഡ് അസംബ്ലി മണ്ഡലത്തിലും LDF സ്ഥാനാർത്ഥിയായും, അതുപോലെ KP കുഞ്ഞിക്കണ്ണൻ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള അദ്ദേഹം തൃക്കരിപ്പൂരിലും, KS സുധാകരൻ കണ്ണൂരിൽ നിന്ന് ഉദുമയിലും UDF സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്നുണ്ട്. ഉദുമയിലും മഞ്ചേശ്വരത്തുമാണ് ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്നത്. മഞ്ചേശ്വരത്ത് ആര് ജയിക്കുമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത വിധം LDFും UDFും BJPയും ഒരേ നിലയിൽ മുന്നേറുന്നൊരു സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഉദുമയിലും ഏതാണ്ട് ഇതേ സാഹചര്യം നിലനിൽക്കുന്നു. നല്ല നിലയിൽ പോളിംഗ് ഈ മണ്ഡലങ്ങളിലെല്ലാം നടക്കുന്നുണ്ട്. എല്ലാ വിഭാഗത്തിലുംപ്പെട്ട ജനങ്ങൾ എല്ലാ മേഖലകളിലും നല്ല നിലയിൽ പടിഞ്ഞാറ് മുതൽ കിഴക്കൻ മലയോരം വരെ നീണ്ടുകിടക്കുന്നതാണ് കാസർഗോഡ് ജില്ലയിലെ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളും. പടിഞ്ഞാറൻ തീരദേശങ്ങളിലും അതുപോലെ മലയോര